നമസ്കാരം. കഴിഞ്ഞ ദിവസം നമ്മൾ ഒരു വീഡിയോ ചെയ്തിരുന്നു മുദ്ര ലോണിനെ കുറിച്ച്. ഒരു വീഡിയോ അല്ല, പല വീഡിയോകൾ നമ്മളുടെ ചാനലിലുണ്ട്. അതെന്താണ്, എങ്ങനെയാണ്, എന്തൊക്കെ ചെയ്യണം, എല്ലാ കാര്യങ്ങളും ഡീറ്റെയിൽഡ് ആയിട്ട് പറഞ്ഞിട്ടുള്ള വീഡിയോകൾ നമ്മളുടെ ചാനലിൽ ഓൾറെഡി ഉണ്ട്. ഇന്നിവിടെ പറയാൻ പോകുന്നത് മറ്റൊരു ലോണിനെ കുറിച്ചാണ്. ഈ ലോണിനെ കുറിച്ച് നമ്മൾ ഡീറ്റെയിൽഡ് വീഡിയോ നേരത്തെ ചെയ്തിട്ടുണ്ട്. അതിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിലോ ഇല്ലെങ്കിൽ മുകളിൽ ഐ ബട്ടണിലോ കൊടുത്തേക്കാം. അത് നിങ്ങളൊന്ന് കണ്ടു നോക്കുക. ഇവിടെ ഈടില്ലാത്ത ഒരു ലോണിനെ കുറിച്ച് തന്നെയാണ് പറയുന്നത്. നമുക്ക് ബിസിനസ് തുടങ്ങണം, ഇല്ലെങ്കിൽ ഓൾറെഡി റണ്ണിങ് ബിസിനസ് നമുക്കുണ്ട്, പക്ഷെ ഈട് കൊടുക്കാൻ മറ്റൊന്നുമില്ല. അങ്ങനെയുള്ള ആളുകൾക്കുള്ള ഒരു സംശയം കൂടിയാണ് ഇവിടെ ദൂരീകരിക്കപ്പെടുന്നത്. ഇത് സർക്കാരിൻ്റെ ഒരു പദ്ധതിയാണ്. CGTMSE എന്നാണ് പറയുന്നത്. സൂപ്പർ സ്കീമാണ് ഇത്. ഈ CGTMSE എന്താണ്? ഇതൊരു ലോൺ അല്ല, മറിച്ച് ബാങ്കുകൾക്ക് സർക്കാർ നൽകുന്ന ഒരു ഉറപ്പാണ്. നിങ്ങൾ ലോൺ എടുക്കുമ്പോൾ ഈടായി വെക്കുവാൻ നിങ്ങൾക്ക് വസ്തുവകകൾ ഇല്ലെങ്കിൽ ഈ പദ്ധതി പ്രകാരം സർക്കാർ നിങ്ങൾക്കായി ഗ്യാരണ്ടി നിൽക്കും. ക്രെഡിറ്റ് ഗ്യാരണ്ടി എന്ന് പറയും. അതുകൊണ്ട് ബാങ്കുകൾക്ക് ധൈര്യമായിട്ട് നിങ്ങൾക്ക് ലോൺ തരാൻ കഴിയും. കാരണം അടച്ചില്ലെങ്കിൽ സർക്കാരാണ് ഗ്യാരണ്ടി. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഇതിന്റെ ഏറ്റവും വലിയ നേട്ടം ഇതിന് ഈട് ആവശ്യമില്ല എന്നുള്ളതാണ്. ഈ പദ്ധതി വഴി പുതിയതും നിലവിലുള്ളതുമായ സൂക്ഷ്മ ചെറുകിട സംരംഭങ്ങൾക്ക് MSMEകൾക്ക് 5 കോടി രൂപ വരെ ലോൺ ലഭിക്കാൻ സാധ്യതയുണ്ട്. മുദ്ര ലോണ് നമ്മൾ പറയുമ്പോഴത്തേക്ക് നമുക്ക് ഇപ്പം വന്നിട്ട് 20 ലക്ഷം രൂപയാണ് മാക്സിമം ലഭിക്കുന്ന തുക. ഇനി ഇത് ഏത് ബാങ്കിൽ കിട്ടും? SBIയിൽ കിട്ടും, കാനറ ബാങ്കിൽ കിട്ടും, ഫെഡറൽ ബാങ്കിൽ കിട്ടും. ഇതുപോലെ ഒട്ടുമിക്ക പൊതുമേഖല സ്വകാര്യ ബാങ്കുകളും ഈ പദ്ധതി വഴി ലോൺ നൽകുന്നുണ്ട്. പലിശ നിരക്ക് നിങ്ങളുടെ ബിസിനസിന്റെ പ്രൊഫൈൽ അനുസരിച്ച് മാറും. അതായത് സാധാരണയായി 8.75% മുതലാണ് ഇവിടെ പലിശ നിരക്ക് തുടങ്ങുന്നത്. ആകർഷകമായ പലിശ നിരക്കിലാണ് ഈ ലോൺ ലഭിക്കുന്നത്. കാരണം സർക്കാരിന്റെ ഗ്യാരണ്ടി ഉള്ളത് കൊണ്ട് ബാങ്കിന്റെ റിസ്ക് കുറവാണ് എന്നുള്ളത് ഒരു ഫാക്ടറാണ്. ഇനി നമുക്ക് എങ്ങനെ അപേക്ഷിക്കണം? ആദ്യം മികച്ച ഒരു പ്രോജക്റ്റ് റിപ്പോർട്ട്, ബിസിനസ് പ്ലാൻ തയ്യാറാക്കണം. ഇതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. കാരണം ഈ ബിസിനസ് പ്ലാൻ വെച്ചുകൊണ്ടാണ് അവർ ലോൺ നിങ്ങൾക്ക് തരേണ്ടത്. നിങ്ങളുടെ ബാങ്കുമായി ബന്ധപ്പെട്ട് ബിസിനസ് ലോൺ അപേക്ഷിക്കുമ്പോൾ അത് CGTMSE കവറേജിൽ വേണമെന്ന് പ്രത്യേകം ആവശ്യപ്പെടണം. ചുരുക്കം പറഞ്ഞാൽ, ഈടില്ലാത്ത വലിയ ഒരു ബിസിനസ് ലോൺ ആണ് നിങ്ങളുടെ ലക്ഷ്യമെങ്കിൽ ബാങ്കിൽ പോയി CGTMSE പദ്ധതിയെക്കുറിച്ച് ധൈര്യമായിട്ട് ചോദിക്കൂ. അവിടെ അവർക്ക് പറഞ്ഞു തരാനുള്ള ആളുകൾ ഉണ്ടായിരിക്കും. കൃത്യമായിട്ടുള്ള മറുപടികളും കാര്യങ്ങളും ഒക്കെ നിങ്ങൾക്ക് ലഭിക്കും. അതിനുശേഷം നിങ്ങൾ തീരുമാനിക്കുക നിങ്ങൾക്ക് ഇത്തരത്തിലുള്ള ഒരു ലോൺ വേണമോ വേണ്ടയോ എന്നുള്ള കാര്യം. ഇതിനെക്കുറിച്ചുള്ള ഡീറ്റെയിൽഡ് വീഡിയോ നമ്മൾ ഓൾറെഡി ചെയ്തിട്ടുണ്ട്. അതും ഒന്ന് കണ്ടു നോക്കുക. അടുത്തൊരു വീഡിയോയിൽ കാണുന്നവരെ നന്ദി, നമസ്കാരം.